അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പീസ് റേഡിയോ അതിൻ്റെ സ്നേഹക്കൂടിലൂടെ പുതിയ തലമുറകളെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇസ്ലാമികമായ, ശാസ്ത്രീയമായ ഗൈഡൻസുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂജൻ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന മേഖലകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, കപ്പിൾസ് എന്ന ഒരു ലെവലിൽ നിന്ന് പാരൻസ് എന്നൊരു ലെവലിലേക്ക് നമ്മൾ ഒരു പ്രൊമോഷൻ ലഭ്യമാകുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം ശക്തമായി ഒരുങ്ങണം എന്നതിന് സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ കുട്ടികളുടെ വ്യത്യസ്തമായ പേഴ്സണാലിറ്റി, ഫുറൂഖുൽ ഫർദിയ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വൈവിധ്യങ്ങൾ, കുട്ടികളുടെ ലെവലിലുള്ള, പെർഫോമൻസിലുള്ള വൈവിധ്യങ്ങൾ, അത് സന്തോഷത്തോടെ ആ ഒരു റിയാലിറ്റിയെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പാരൻസ്. നമ്മൾ പറയലുണ്ട്, നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അവരെ മാറ്റുകയാണ്. അവർ മാറണം. അവർ മാറുന്നില്ലെങ്കിൽ നാം പരാതി പറയും. അവർ ഈ രംഗത്ത് ശരിയായിട്ടില്ല, ഈ രംഗത്ത് പോരാ, അതിനൊന്നും അറിയില്ല, ഇത് അവനൊരു മൈൻഡുമില്ല, അവൻ്റെ ഇൻട്രസ്റ്റുകളൊന്നും ഇന്നെന്ന ആളുകളോടല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ മേഖലയിൽ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നമ്മളിലേക്ക് അല്പം നോക്കുക. നമ്മൾ മാറുന്ന ഒരു ലെവലനുസരിച്ച് നമ്മൾ വളർത്തുന്ന മക്കൾ നമ്മളോടൊപ്പം വളരും എന്നൊരു പരമയാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ മാറുക, ഞാൻ മാറേണ്ടതുണ്ട്. നമ്മൾ മാറുന്നതിൻ്റെ ലെവൽ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ വളർത്തുന്ന കുട്ടികളില്ലാതിരിക്കുമോ? അപ്പോൾ നമ്മൾ എവിടെയാണ് മാറേണ്ടത്? നമ്മൾ എവിടെയാണ് വളരേണ്ടത്? നമ്മൾ എവിടെയാണ് വളർത്തേണ്ടത് നമ്മളെ എന്ന് തിരിച്ചറിയുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ പറയുന്ന വ്യക്തി വികാസത്തെക്കുറിച്ച് പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. 5 മേഖലകൾ ഒരു മനുഷ്യൻ മാറുന്നതിനനുസരിച്ച് അവൻ്റെ വ്യക്തിത്വം അതിശക്തമായി വളരും. 5 കാര്യങ്ങളിൽ അവൻ മാറ്റം വരുത്തിയാൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, ജീവിതത്തിൻ്റെ ലെവല് മാറും. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ ഒരു ഇസ്ലാമിക കോണിലൂടെ നോക്കിക്കണ്ട് നമ്മളൊന്ന് ആ ഒരു 5 മേഖല നമ്മൾ വളർത്താൻ നോക്കിയാൽ, അതാണ് ഒരു മനുഷ്യനെ വളർത്തുന്ന അവൻ്റെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവന് ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളിൽ നമ്മൾ നമ്മെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കൈകളിലൂടെ വളരുന്ന മക്കൾ ആ മാറ്റങ്ങളുടെ ഒരു ബൈ പ്രൊഡക്റ്റായി മാറുന്നത് നമുക്ക് കഴിയും. കാരണം എന്താണ് പലപ്പോഴും നമുക്ക് മക്കളിൽ നമ്മൾ ആശിക്കുന്ന ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്? നമ്മൾ പറയാറില്ലേ, ടാങ്കിൽ വെള്ളമുണ്ടെങ്കിലേ പൈപ്പിൽ വെള്ളമുണ്ടാവുകയുള്ളൂ. നമ്മുടെ പ്രശ്നം ടാങ്കിൽ വെള്ളം നിറക്കാൻ നമ്മൾ റെഡിയല്ല, പക്ഷേ പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ വാശി. അപ്പോൾ ടാങ്കിൽ വെള്ളമുള്ള ഒരു ടാങ്ക് ഉണ്ടാവുക. നമ്മുടെ വ്യക്തിത്വം എല്ലാ നന്മകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ആദർശങ്ങൾ കൊണ്ടും കലകൾ കൊണ്ടും നിറഞ്ഞ ഒരു വ്യക്തിത്വമാവുകയും അതെന്നും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന ഒരു ഏരിയ
ഒരു നല്ല റിസൾട്ട് ഓറിയൻറ്റഡായ ഒരു പാരൻറ്റിങ്ങിന് അനിവാര്യമാണ്. ഇപ്പോൾ ഒരു മനുഷ്യനെ ആത്യന്തികമായി ഈ 5 കാര്യങ്ങൾ ഏതൊരു പാരൻറ്റും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളിലുള്ള നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ മാറ്റം, നിങ്ങളുടെ വെപ്പ് അത് നിങ്ങളെ എന്തെന്നില്ലാതെ വളർത്തും എന്നത് സത്യമാണ്. അതിൽ ഒന്നാമത്തേത് നമുക്ക് കാണാൻ കഴിയും, അത് ഖനാഅത്ത് എന്നാണത് അറബിയിൽ സാധാരണ പറയാറുള്ളത്. ഓരോ മനുഷ്യനും അവനെ പൂർണ്ണമായി സംതൃപ്തിയിലും മനസ്സുറപ്പിലും എത്തിക്കുന്ന അവൻ്റെ വിശ്വാസമുണ്ട്, ആദർശമുണ്ട്. ഈ ആദർശത്തിൽ അവർ എത്രത്തോളം ഡീപ്പിലേക്ക് വരുന്നോ അതിനനുസരിച്ച് ഒരു മനുഷ്യൻ മാറും. ആദർശത്തെ മാറ്റുക എന്തിനനുസരിച്ച്? ഒരു റിയൽ സോഴ്സിൽ നിന്ന് പടച്ച റബ്ബിൻ്റെ തെറ്റുപറ്റാത്ത അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ച് നമ്മുടെ ആദർശത്തെ ശക്തിപ്പെടുത്തുക. അതാണ് ഏതൊരു മനുഷ്യൻ അവൻ്റെ ആദർശം മാറുന്നതോടുകൂടി അവൻ്റെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറും, അവൻ്റെ നിലപാടുകൾ മാറും, അവൻ്റെ ഇടപാടുകൾ മാറും. അതുകൊണ്ടാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ ദൂതർ എത്ര മോശക്കാരായ, എത്ര പ്രതികൂലമായ ഒരു പരിസരത്തുള്ള ആൾക്കൂട്ടങ്ങളിലേക്കാണ് ഇസ്ലാമിൻ്റെ സൂര്യൻ ഉദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ഒരു നീണ്ട കാലം റസൂല് പണിയെടുത്തത് അവരിലെ ആദർശത്തെ ശക്തിപ്പെടുത്താൻ, അവരുടെ പ്രിൻസിപ്പിൾസ്, കോർ ഓഫ് ഫെയ്ത്ത്, അവരുടെ ആ ഐഡിയോളജി, ബേസിക്കായിട്ടും ഏറ്റവും കരുത്തുറ്റ ഒരു ഐഡിയോളജി, ജീവിതത്തിൻ്റെ റിയാലിറ്റി എന്താണ് എന്നും ഈ പ്രപഞ്ചത്തിൻ്റെ റിയാലിറ്റി എന്താണ് എന്നും ആരാണ് നമ്മൾ സൃഷ്ടിച്ചതെന്നും ആ സൃഷ്ടാവ് എന്താണ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഈ പ്രപഞ്ചവും അതിനുശേഷവും സംഭവിക്കാനിരിക്കുന്നതെന്ന് കറക്റ്റായ ഒരു സത്യസന്ധമായ ഒരു സന്ദേശം, ഒരാശയം അവരുടെ മുമ്പിൽ കൊടുത്തു. അത് അവരുടെ ഹൃദയങ്ങളിൽ പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി അവരെ ഉൾക്കൊള്ളിച്ചു, അവരെ സ്വീകരിപ്പിച്ചു, അല്ലെങ്കിൽ അവർ അത് സ്വീകരിച്ചു എന്നതിൽ നിന്നാണ് ബാക്കിയെല്ലാം മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ആദർശത്തിൻ്റെ ലെവൽ എന്താണ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്താണ്? ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്താണ്? ജീവിതവും മരണത്തെയുമൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മളുടെ വിശ്വാസം എന്താണ്? നമ്മൾ ആർക്കു വേണ്ടിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് നമ്മുടെ യാത്ര? മരണത്തിൻ്റെ അപ്പുറത്ത് ഒരു ജീവിതം എന്ന, പരലോകമെന്ന ഒരു മഹാസത്യം കണിശമായും വരാനുണ്ട് എന്ന ഒരു ആഴത്തിലുള്ള ബോധം എൻ്റെ മനസ്സിലുണ്ടോ? എങ്കിൽ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വീക്ഷണങ്ങളും നിലപാടുകളും ഇടപാടുകളും പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ വളർത്തുന്നതെങ്കിൽ അത് ശക്തമായി നമ്മുടെ ജീവിതത്തിന് മുച്ചൂടം മാറ്റും. മരണത്തിന് ശേഷം തന്നെ ഉള്ള ജീവിതത്തോടുള്ള നമ്മുടെ നിലപാട്, എങ്ങനെ മരിക്കണം എന്ന് നമ്മുടെ ചിന്ത, എത്ര ആളുകളെ അസ്വസ്ഥനാക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ മരിക്കണം ഞാൻ എന്നാണ് ഓരോരുത്തരും കരുതുന്നത്. ആ കരുതുന്നതിനനുസരിച്ചാണ് അവൻ ജീവിക്കുക. ഞാൻ ഓർക്കുകയാണ് ഒരു തമാശ. ഒരു ബുക്ക് ഞാൻ വായിച്ചൊരു പുസ്തകം, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന, ഒരു അമേരിക്കക്കാരനായ ഒരു ഇന്ത്യൻ വംശജൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണത്. അദ്ദേഹം അതിൽ പറഞ്ഞൊരു സെൻറ്റൻസ് ഞാൻ വളരെ പിന്നെയും ഇങ്ങനെ വായിച്ചു നോക്കി. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആളുകളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ജീവിച്ച് വിജയം നേടാം, അവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാം, സന്തോഷകരമായൊരു ജീവിതം എങ്ങനെ ഉണ്ടാവാം എന്നതിനൊക്കെയുള്ള ഭൗതികമായ പഠനങ്ങളുടെയും പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു നല്ല പുസ്തകമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഇഫ് യു നോ ഹൗ ടു ഡൈ യു നോ ഹൗ ടു ലിവ്. എങ്ങനെ മരിക്കണമെന്ന് നിനക്ക് അറിയെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് നിനക്കറിയാം. അതൊരു വളരെ രസകരമായി തോന്നി. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ആദർശം തന്നെ എങ്ങനെയാണ്? അള്ളാഹു നമ്മളോട് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യത്തിൽ ലൈഫിൻ്റെ ഒരു ടോട്ടൽ ഒരു റൂട്ട് അള്ളാഹ് വരച്ചിരുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ
അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അതായത് ഒരു ലൈഫ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂരപരിധികൾക്കുള്ളിൽ ആ ട്രാക്കിലായിരിക്കണം എന്നതാണ്. അത് നല്ലോണം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, എപ്പോഴും നിൻ്റെ ഒരു എൻഡ് അപ്പ് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ അള്ളാഹുവിന് സമർപ്പിതനായിട്ടല്ലാതെ മരിക്കരുത്. അത് നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്ത, അല്ലെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സംഗതിയാണല്ലോ. മരണം പിന്നീടാണ് വരുന്നത്, നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ പക്ഷേ അള്ളാഹ് തരുന്ന ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ, അല്ലേ നമ്മളോട് പറയുന്നത് എന്താ പറയുക, നിനക്കൊരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവണം. എന്ത്? മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കണം. അപ്പം മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെ ജീവിക്കുക? മുസ്ലിമായിട്ടാണ് ജീവിക്കുക. അപ്പോൾ ഇസ്ലാം എന്ന സത്യവും പരമമായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആദർശത്തിൽ എൻ്റെ സ്വന്തത്തെ പാകപ്പെടുത്തുക എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചു നോക്കൂ. അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ മുച്ചൂടും അരുകും പലകയും എല്ലാം മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഖനാഅത്ത് നിങ്ങൾ എത്ര ചേഞ്ച് ചെയ്യുന്നോ, നിങ്ങളുടെ വിശ്വാസവും ആദർശത്തെയും നിങ്ങൾ സത്യത്തിൽ നിന്ന് പരമസത്യത്തിലേക്ക്, നോർമൽ അവസ്ഥയിൽ നിന്ന് ഡെപ്തിലേക്ക്, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക്, ഒരു പരിഗണനയില്ലായ്മയിൽ നിന്ന് അമിതമായ പരിഗണനയിലേക്ക് നിങ്ങൾ മാറ്റി നോക്കൂ. ആ മാറ്റം നിങ്ങളെ അത്ഭുതകരമായി നിങ്ങളിൽ ചില നിലപാടുകളെ സൃഷ്ടിക്കും. ആ നിലപാടുകൾ നിങ്ങളെക്കാളും നന്നായി നിങ്ങളുടെ കൈകളിൽ വളരുന്ന മക്കളിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡു ആൻഡ് ഡു നോട്ട്, അല്ലേ? നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 വേർഡുകളായിരിക്കും. എന്ത്? ഡു ആൻഡ് ഡു നോട്ട്. ചെയ്യൂ, അത് ചെയ്യണം. ഡു നോട്ട്, ഇത് ചെയ്യരുത്. ഈ ഡു ആൻഡ് ഡു നോട്ടിൻ്റെ മാനദണ്ഡം എന്തായിരിക്കും? ഈ മാനദണ്ഡം തീരുമാനിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഡു ആൻഡ് ഡു നോട്ട് ൻ്റെ മാനദണ്ഡം തീരുമാനിക്കുന്നത് നമ്മുടെ ആദർശമാണ്. നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ അഭിമാനത്തോടെ ഒളിപ്പിച്ചു വെച്ച നമ്മുടെ ഒരു ആദർശമാണ്. ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ലൈഫിലെ ഡു ആൻഡ് ഡു നോട്ട് തീരുമാനിക്കുന്നത്. സത്യത്തിൽ ഇതേപോലെ നമ്മുടെ മക്കളെ ഏത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡു ആൻഡ് ഡു നോട്ട് ചെയ്യുന്നത് എന്ന്, ആ ആദർശം സത്യസന്ധവും ആഴമേറിയതും അടിയുറച്ചതും ഉറപ്പുള്ളതും സംശയമില്ലാത്തതും ആണെങ്കിൽ, ജീവിതത്തെക്കുറിച്ച്, ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ മക്കൾ ആ ഒരു റൂട്ടിലാണ് നമ്മൾ അവരെ. അപ്പം മക്കളുടെ റൂട്ട് തീരുമാനിക്കുന്നത് കൗൺസിലേഴ്സോ ടീച്ചേഴ്സോ നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരമൊന്നായിരിക്കില്ല. തെറ്റുപറ്റാത്ത ഏത് ഗ്ലോബിൽ എവിടെ ആ കുട്ടി ഒരു മനുഷ്യനായി ജീവിച്ചാലും അവൻ ഒരു സൂട്ടബിളായിരിക്കും. അവൻ അവിടേക്ക് അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിനൊരു നിലപാടുണ്ടാകും. കാരണം തെറ്റുപറ്റാത്ത ഇസ്ലാമിക ആദർശം. അതുകൊണ്ട് ജീവിതം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൻ്റെ നേച്ചറിനെ കുറിച്ച് പോലും പഠിക്കണമെന്നല്ലേ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. പരലോക ജീവിതവും ഭൗതിക ജീവിതവും ഒക്കെ അതിൻ്റേതായ ചില നേച്ചറുണ്ട്. അതാണ് സത്യം. ആ നേച്ചറിൽ, ആ പരമസത്യത്തിലേക്ക്, ആ പ്രകൃതത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിതത്തിനോട് പ്രതികരിക്കാൻ. ഇഅ്ലമൂ അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حتاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان. സുബ്ഹാനല്ലാഹ്, 2 വ്യത്യസ്തമായ ജീവിതത്തിന് 2 നേച്ചർ. ആ നേച്ചറാണ് പരമസത്യം. അത് ദുനിയാവ് ഒന്നും, പരലോകത്തിന് വേറൊരു നേച്ചർ. പക്ഷെ 2ഉം ജീവിതമാണ്. ജീവിതം 2 തലങ്ങളിലാണെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. ആ പരമസത്യത്തിൽ നമ്മളെത്തണം. അതിനനുസരിച്ച് നമ്മുടെ ആദർശത്തെയും നമ്മുടെ പഠനത്തെയും നമ്മുടെ ചിന്തയെയും നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. ഇഅ്ലമൂ അന്നമൽ ഹയാത്തു ദുനിയ, നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചയായും ഇവിടുത്തെ ജീവിതം, പ്രഥമമായ ഈ ജീവിതം, മരണാനന്തര ജീവിതത്തിൻ്റെ മുമ്പ് ലഭിക്കുന്ന പ്രൈമറി ലൈഫ് എന്ന് പറയുന്നത്, അതിൻ്റെ നേച്ചർ ലഇബ്, ലഹ്വ്, സീനത്ത്, തഫാഖുർ, തക്കാസുർ, 5 സ്റ്റെപ്പാണ്.
ആ 5 സ്റ്റെപ്പിൽ ഒന്നുകിൽ എവിടെയെങ്കിലും സ്റ്റോപ്പാവും, അല്ലെ ഫുള്ള് സ്റ്റെപ്പ് കവർ ചെയ്ത് കടന്നു പോകും. നിൽക്കാൻ പറ്റില്ല ആർക്കും. ഈ ഇതിൽ ഒരു സ്റ്റെപ്പിലും കൺസിസ്റ്റൻസി ഇല്ല, ഒരുത്തിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ മതി. അതാണ് ലൈഫ്. ഇന്ന് കാണുന്നതല്ല നാളെ, അത് മാറും. എൻ്റെ ലൈഫിലെ എൻ്റെ പ്രകൃതം മാറും, എൻ്റെ ശരീരപ്രകൃതി മാറും, എൻ്റെ സൗന്ദര്യം മാറും, എൻ്റെ ഇൻകം സിസ്റ്റം മാറും, എൻ്റെ ശക്തി മാറും, എൻ്റെ സെൽഫ് ഡിപ്പെൻഡൻസ് എന്താ ഫീലിംഗ് മാറും. ഇത് തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, അല്ലാഹ് പറയുന്നത് അലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബ്, കളിയാണ്, ലഹ്വ് വിനോദമാണ്, തഫാഖുർ അഭിമാനം നടിക്കലാണ്, ഞാൻ ഇവിടെ ഉണ്ട് എന്നാ ഒരു ബോധം, തഫാഖുർ സീനത്ത് അലങ്കാരമാണ്, പിന്നെയാണ് തഫാഖുർ. അത് കഴിഞ്ഞ തക്കാസുർ പെരുമ നടിക്കലാണ്. എൻ്റെ മക്കൾ അവിടെ എത്തി, എൻ്റെ സ്ഥലം ഇവിടെ എത്തി, എൻ്റെ അവിടുത്തെ ഇത്ര ഷെയർ, മറ്റേ ആളെങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മുതലിനെ കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ അനങ്ങാൻ പറ്റാത്ത ബെഡിൽ ഇങ്ങനെ വരുന്ന വിരുന്നുകാരോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ടേം. ഇതിലോടുകൂടി കഴിയും. ഒരു ദിവസം അഹമ്മദ് ഖാൻ മരിച്ചു, പാത്തുന്താത്ത മരിച്ചു എന്നൊക്കെ പറയുന്നൊരു റിസൾട്ട് വരും. അതാണ് ആ മാറിപ്പോകുന്ന വെയ്ബ്. അതാണ് ലൈഫ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റികൾ എന്തോ ആ സമയത്തിന് പറ്റിയ ഓപ്പർച്യൂണിറ്റി അല്ലാഹ് തരും. ആ സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ദീർഘമായ ആഴമേറിയ ഒരു നിലപാടുള്ളവനാവുക ആണും പെണ്ണുമായ മാതാപിതാക്കൾ. പരലോകത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതുപോലത്തെ സ്റ്റെപ്പുകളൊന്നുമില്ല. അവിടെ നിന്നുള്ള രണ്ട് നേച്ചറാണ്, രണ്ട് ഭാഗമാണുള്ളത്. വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദ്. പരലോകത്ത് ഒന്നുകിൽ കംപ്ലീറ്റ് വേദന, പെയിൻഫുള്ളായ ശിക്ഷ, അല്ലെങ്കിൽ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പാപമോചനവും സംതൃപ്തിയും. അപ്പോൾ രണ്ട് നേച്ചറാണ്. ഈ സത്യത്തെ അറിഞ്ഞ് ജീവിതത്തോടുള്ള നിലപാട് റെഡിയാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അപ്പോൾ ഇവിടെ നമ്മളിലെയാണ് വികസിപ്പിക്കുന്നത്, നമ്മളെയാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈനിൻ്റെ ബൈ പ്രൊഡക്റ്റ് അപ്പോൾ നമുക്ക് നമ്മളെക്കാളും കൊതിയുണ്ടാവും. പഠിച്ചവനെ, എൻ്റെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞുപോയി, എൻ്റെ എത്ര സമയങ്ങൾ ഇതൊന്നും അറിയാതെ പോയി. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ എനിക്കിതിലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് എൻ്റെ മക്കൾ അവർ ഇതിലൂടെ ആയിരിക്കണം വരണം. എനിക്ക് എത്ര റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ഇതൊക്കെ നേരത്തെ അറിയായിരുന്നെങ്കിൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഒട്ടനവധി പാരൻസ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയവരാവട്ടെ, എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരാകട്ടെ, സാധാരണക്കാരാവട്ടെ, ആരാവട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ടേമിൽ മതത്തോടോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് കണ്ടിരുന്നിട്ടില്ലാത്ത, അതിനോട് അത്ര സീരിയസ് ഇല്ലാതിരുന്ന, അതിനോടത്ര റെസ്പെക്റ്റ് ഇല്ലാതിരുന്ന, അതിനോടത്ര പേടിയില്ലാതിരുന്ന, അതിനെ അത്രയും നന്നായി സ്വീകരിക്കാതിരുന്ന ഒരു ടേമിലെ നമ്മുടെ ലൈഫിലെ ഫീലിങ്, നമ്മുടെ ഇമ്പോർട്ടൻസ്, കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ഷോക്ക്, ഒരു എന്തെങ്കിലും ഒരു കാരണം നമ്മളിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുണ്ടായ, അല്ലെ മതപരമായ ബോധം, ഒരു റിലീജിയസായി ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആവുന്നതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ തോന്നിയത്? നമുക്ക് തോന്നിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പടച്ചോനെ എൻ്റെ ഇത്ര നല്ല സമയങ്ങൾ അതൊന്നുമില്ലാതെ പോയി. അപ്പോൾ നമ്മൾ അടുത്തത്, നമ്മുടെ താഴെ നമ്മുടെ മക്കൾ വളരുമ്പോൾ അവരെത്രയും അവർ നന്നായി പെർഫോംഡ് ആണെങ്കിൽ ദുനിയാവിലോ ആഖിറത്തിലോ അവർക്ക് എത്ര ഉയരത്തിലെത്താൻ പറ്റും. ജന്നാത്തുൽ ഫിർദൗസ്, ഏറ്റവും സ്വർഗത്തിലെ ഉന്നത തോപ്പ് എന്ന് പറയുന്നത് ഫിർദൗസാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തണേ അതിനനുസരിച്ച് പണിയെടുക്കണ്ടേ? അതിനുള്ള ചാൻസ് എൻ്റെ മക്കൾക്ക് നേരത്തെ കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് അതിനൊരു റൂട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖനാഅത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ആദർശത്തെ നമ്മൾ നന്നായി സ്ഫുടം ചെയ്തെടുക്കുക. ആ സ്ഫുടം ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ മക്കൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെർഫോമൻസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. നമ്മുടെ പ്രോബ്ലം പലപ്പോഴും എന്താണ്? നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, മക്കളുടെ പരീക്ഷയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മക്കൾ പരീക്ഷയിൽ വളരണം, മക്കൾ പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യണം, അവരുന്നത തലങ്ങളിലെത്തണം, അവർ ജയിക്കണം. ഇവിടെ ആകുമ്പോൾ എന്തെന്നറിയോ? ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ടെക്സ്റ്റിൽ, നമ്മളെ പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പണിയെടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളുമായി ബന്ധപ്പെട്ടിടത്തിലുള്ളതൊക്കെ വിജയത്തിലെത്തും ഇൻഷാ അല്ലാഹ്. ഇവിടെ
ആദർശപരമായ ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ലൈഫ്, നമ്മുടെ ടെസ്റ്റ്. മക്കൾ പോലും എന്താണ്? ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അൽമാലു വൽ ബനൂൻ ഇഅ്ലമു അന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റിലാണ് നമ്മൾ പാസ്സാവേണ്ടത്. നമ്മൾ പാസ്സാവണം എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ പിന്നെ സ്ക്രീനിൻ്റെ പിന്നിൽ നിർത്തി മക്കളുടെ ഫ്യൂച്ചറാണ് നമ്മൾ കാണുന്നത്. അവരോടൊത്തും പഠിച്ചോനെ ഞാനില്ലാണ്ടായിപ്പോയാൽ അവരുടെ ഭാവി, അവരുടെ ജോലിയിലെത്തണം, അവരെ കല്യാണം കഴിപ്പിക്കണം, അതൊക്കെ ഫോക്കസ് നമ്മുടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ദിവസവും നമ്മൾ ആ റൂട്ടിലൊന്നും എത്തുന്നതിന് മുമ്പ് അള്ളാഹ് നമ്മളെ തിരിച്ചു വിളിച്ചു, എന്താവും? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെ ശ്രദ്ധിച്ചു പോയിരുന്നു. അപ്പോഴാണ് അള്ളാഹ് നമ്മൾ തിരിച്ചു വിളിച്ചു. ഓലിവിടെ ഉണ്ടാവും, ഓൽക്കിനിയും ജീവിക്കണം, പക്ഷെ നമ്മുടെ കഥ എന്താവും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രസകരമായ പോയിൻ്റ് എന്താണെന്നറിയോ? നമ്മളുടെ പരീക്ഷയിൽ നമ്മൾ പാസ്സാവാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ലൈഫ് തന്നെ ഒരു ടെസ്റ്റല്ലേ? നമ്മൾ പരീക്ഷ ചെയ്താണ്. മക്കളെ പാരൻറ്റിങ് പോലും എന്താണ്? ഈ പരീക്ഷയിൽ ഒരു സിലബസാണ്, ഒരു ഏരിയയാണ്. ആ പരീക്ഷയിൽ നമുക്ക് പാസ്സാവണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു പ്രയോഗം എന്താണ്? പർപ്പസ് ഓഫ് ലൈഫ് അല്ലേ? ലൈഫിൻ്റെ പർപ്പസ് എന്താണ് നമ്മൾ ചോദിക്കലുണ്ട്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? പക്ഷെ അള്ളാഹ് രണ്ടും കൂടി കൂട്ടിയിട്ട്, കാരണം അത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അള്ളാഹ് പറഞ്ഞെന്താ പറയുക? മരണവും ജീവിതവും നാം സൃഷ്ടിച്ചത് നിങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് അറിയാനാണ്. അപ്പോൾ ലൈഫിൻ്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസാണ് ടെസ്റ്റ്. ആ ടെസ്റ്റ് വിജയിക്കണമെങ്കിൽ രണ്ടും കൂട്ടി വിചാരിക്കണം എപ്പോഴും, ജീവിതവും മരണവും. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ എക്സാം തുടങ്ങുന്ന സമയത്തിനാണ് ജീവിതം എന്ന് പറയുക, എക്സാം ഓൺ ഗോയിങ്ങിനാണ് ജീവിതം എന്ന് പറയുക. പക്ഷെ ഒരു എക്സാമും ലോകത്ത് കംപ്ലീറ്റ് ആവില്ല അതിനൊരു ബെല്ലില്ലാതെ. എക്സാമിനൊരു എൻഡിങ് ടൈമിൽ നേരത്തെ നിശ്ചയം. അപ്പോൾ എക്സാം തീരുന്നു. അപ്പോൾ ജീവിതം തുടങ്ങി എക്സാം പെർഫോമൻസ് തുടങ്ങിയാൽ മരണമെന്ന എന്താണ് ബെല്ല് അടിക്കുന്നത് വരെ കിട്ടിയ ആ റിസൾട്ടാണ് അള്ളാഹ് നോക്കുക. ആ റിസൾട്ടിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ പെട്ട ഒന്നാണ്. അപ്പോൾ ആ സിലബസിൽ അതിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ മാത്രമാണ് എന്ത്? നമ്മുടെ പാരൻറ്റിങ്. അപ്പോൾ നമ്മുടെ ആദർശത്തെ, അപ്പോൾ ഞാൻ പറയുന്നത് രക്ഷിതാക്കൾ അവരുടെ പഠനത്തെ, പ്രത്യേകിച്ച് ആദർശപരമായ പഠനത്തെ, അള്ളാഹുവിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഏകദൈവ ആരാധനയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, മുമ്പ് മനുഷ്യർക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് അള്ളാഹു നൽകിയ പാഠങ്ങളെക്കുറിച്ച്, ഈ മേഖലയൊക്കെ നമ്മുടെ പഠന വിധേയമാക്കണം. നമ്മുടെ നിരന്തര ജീവിതത്തിൻ്റെ ഒരു ഏരിയ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. അഥവാ നമ്മുടെ ആദർശത്തിനെ അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം, അതിനെ സ്ട്രെങ്താക്കണം. അങ്ങനെ എവിടെ എത്തണം? വല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിദുൽമിൻ എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. അത് ഭയങ്കര ഗ്രേഡാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നെ അതിലൊരു സംശയമില്ലാതിരിക്കുക. എന്നാൽ അത് അത്ര ഈസിയൊന്നുമല്ല. ഏത് നേരവും ഡൗട്ട് കടന്നു വരുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ മതപരമായ വിഷയങ്ങളൊക്കെ അത്ര ഒക്കെ വേണോ, അത്രയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും. അല്ലെ ഇതൊക്കെ ഒരു വേണ്ടാത്തതല്ലേ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലുകളിലേക്ക് തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആണ് ഇന്ന് ലോകം. അപ്പോൾ സുമ്മലം യർത്താബു വരണേ എന്ത് വേണം? എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അതുമായി റിലേറ്റഡ് ആയിരിക്കണം. അപ്പം നല്ല ഒരു പാരൻറ്റിങ്, നല്ല ഒരു മനുഷ്യരുടെ പാകപ്പെടുത്തൽ, ഒരിക്കൽ പ്രിപ്പറേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നല്ല ഒരു സന്താനങ്ങളെ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മനുഷ്യനെ ലോകത്തിന് സമർപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രധാനവുമായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മുടെ ഖനാഅത്ത്, നമ്മുടെ പ്രിൻസിപ്പിൾസ്, അതിനെ നന്നാക്കുക, അതിനെ ശക്തിപ്പെടുത്തുക എന്നതാണ്.
ആ മാറ്റം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ രീതിയെയും മാറ്റും. എന്നാൽ പല ആളുകളും ആ ഏരിയ ശ്രദ്ധിക്കാറില്ല. മക്കൾക്ക് വായിച്ചു കൊടുക്കും, മക്കളെ കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കിക്കും, മക്കൾക്ക് പിന്നെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചു കൊടുക്കും, മക്കളോട് പിന്നെ നല്ല ഡോക്യുമെൻ്ററി ഒക്കെ കാണണമെന്ന് പറയും, സംവാദങ്ങൾ കേൾക്കണമെന്ന് പറയും, ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മളെ മക്കൾ പിന്നെ ചില വീട്ടിൽ വന്നിട്ട് ചിലപ്പം ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്യാമ്പസുകളെ വലിഞ്ഞു മുറുക്കുന്ന ലിബറലിസ്റ്റുകളുടെ ഓൺ പർപ്പസായി നമ്മുടെ മക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരുണ്ടാക്കുന്ന കൺഫ്യൂഷൻ, ഈ കൺഫ്യൂഷനൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ വന്ന് ചോദിക്കും. അവർ ചിലപ്പോൾ നമ്മളോട് ഈ സർവർഗരതിയെ എന്താ തെറ്റ്, അതിലെന്താ തെറ്റ്, ഫ്രീഡല്ലേ, മനുഷ്യൻ്റെ ഫ്രീഡല്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഞെട്ടും. അങ്ങനെ ഞെട്ടിയിട്ടോ അപ്പോഴാണ് നമ്മൾ പറയുക, നിങ്ങൾ എന്ന ഡോക്യുമെൻ്ററി അയച്ചെടുക്കണം, ക്വസ്റ്റ്യൻ ആൻസർ അയച്ചെടുക്കണം, അതിനെ പറ്റിയ നല്ല വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ക്ലിപ്പൊക്കെ വിട്ടുകൊടുക്കണം എന്ന് പറയും. അപ്പോൾ ആരെപ്പറ്റി നമ്മൾ പറയുന്നത്? മക്കളെ കുറിച്ച്. മറിച്ച് നമ്മൾ നമ്മുടെ ആദർശത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളവർ, നിലപാടുള്ളവരാണെങ്കിൽ, അതിൽ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ, ആ മക്കൾ എപ്പോഴെങ്കിലും അത്തരം അവിടുന്നും ഇവിടുന്നുമൊക്കെ അത്തരം സ്വാധീനങ്ങൾ അവരിലേക്ക് വന്ന് അവർ പ്രകടിപ്പിക്കും. പലപ്പോഴും ആ പ്രകടനത്തിൽ നമുക്ക് അസുഖം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മൾ അതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന നല്ല ആൻറ്റിബയോട്ടിക്കുകൾ അവർക്ക് കൊടുക്കും. ആശയങ്ങളിൽ നിന്ന് നമുക്ക് ലക്ഷണം കണ്ടു തുടങ്ങുമ്പം തന്നെ അവർക്കതിൻ്റെ പ്രതിരോധങ്ങൾ കൊടുക്കാൻ കൽപ്പുള്ള മാതാപിതാക്കളുണ്ടാവും. മാതാപിതാക്കളുടെ സംസാരവും ശൈലിയും നിന്നും കുട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അത്ര നല്ല ശൈലിയായിക്കൊള്ളണം എന്നില്ല മറ്റുള്ള ആളുകളുടെ ശൈലികൾ. അതുകൊണ്ട് അവരുടെ ലെവലും അവരുടെ സ്റ്റാൻഡേർഡും അവരുടെ ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കി സന്ദർഭത്തിനൊത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് ചിലപ്പോൾ വീഡിയോ ക്ലിപ്പുകൾക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻറ്റിങ്, മാതൃത്വവും പിതൃത്വവും വലിയ ഉത്തരവാദിത്വമുള്ളതും എന്നാൽ ഒരുപാട് അവസരമുള്ളതുമായ, ഒരുപാട് നല്ല അവസരങ്ങളുള്ളതുമായ, വളരെ ഇൻട്രസ്റ്റഡായ ഒരു പൊസിഷനാണ് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് സന്തോഷത്തോടെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പാരൻസിൻ്റെ ഏറ്റവും ഫോക്കസ് ഉണ്ടാവേണ്ട ഒരു ഭാഗമാണ് സ്വയം എഡ്യൂക്കേറ്റഡ് ആവുക. ജീവിതത്തെക്കുറിച്ച്, ഐഡിയോളജി, ആദർശത്തെക്കുറിച്ച് തെറ്റുപറ്റാത്തൊരു ഐഡിയോളജി, ശുദ്ധമായ സംസ്കാരമുള്ള ഒരു ഐഡിയോളജി നമ്മളിലുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് അഴുക്കും മാലിന്യങ്ങളും പുരളാതെ അതിങ്ങനെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും അതിലൊരു സംശയവും ഇല്ലാതിരിക്കുകയും ചെയ്തത് മൂലം ലഭിക്കുന്ന നിർഭയത്വവും കരളുറപ്പും കാലുറപ്പും നേടുന്ന പാരൻ്റായി മാറുമ്പോൾ അവരുടെ കൈകളിലൂടെ മക്കൾക്ക് ലഭിക്കുന്ന ആശയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിഭവങ്ങളുണ്ടല്ലോ, അത് പോഷകാഹാരങ്ങളായിരിക്കും. എല്ലാത്തരം പോഷകങ്ങളുടെയും സമഞ്ജസമായ ഒരു സമ്മേളനമായിരിക്കും. അവരിൽ നിന്ന് ഉയർന്നു വരുന്ന ആ വ്യക്തിത്വം അത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിത്വമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ആദർശം കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഉള്ളിൽ ആദർശം ഉറച്ച, ആദർശത്തിൻ്റെ അറിവ് നമുക്ക് എന്നും ഒരു ജീവൻ നൽകുന്ന വിധം നിലനിർത്താൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.